പ്രതീക്ഷയോടുകൂടി 2024 പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും മുഴുവൻ. നമ്മൾ ഇനി രാജ്യതലസ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൊണാട്ട് പ്ലേസ്. അവിടെ നിന്നാണ് നമുക്കിപ്പം അർജുൻ പീതാംബരൻ തുടരുന്നത്. അർജുൻ, നേരത്തെ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അർജുന് ചുറ്റും ആളുകളാണ്. ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കൊപ്പം ചുമ്മാ കറങ്ങാൻ വന്ന ആളുകളുണ്ട്. പുതിയ കാഴ്ചകൾ, കാരണം പലയിടത്തും തെരുവുകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇറങ്ങിയ ആളുകളുണ്ട്. എന്താണ് ഡൽഹിയിലെ കാഴ്ചകൾ? ആര്യ, നമ്മൾ ഈ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. കാരണം അതുപോലത്തെ പാട്ടും ഡാൻസും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഞാനിപ്പോൾ ഈ കൊണോട്ട് പ്ലേസിൻ്റെ ആ ഒരു സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അതായത് സ്വാഭാവികമായിട്ടും ആളുകൾ ഷോപ്പ് ചെയ്യാൻ വരുന്നു, കാഴ്ചകൾ കാണാൻ വരുന്നു, ലൈറ്റിംഗ് ഉണ്ട് എന്നുള്ളതിലുപരി ആ ഒരു വൈബ്, നമ്മൾക്ക് വൈബ് എന്ന് പറയില്ലേ, ആ വൈബ് ഇല്ല. കുറച്ച് മുമ്പ് കുറച്ച് പിള്ളേരെ ഞാൻ കണ്ടിരുന്നു. അവർ പറഞ്ഞ കാര്യം, ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഒട്ടും വൈബില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മുടെ നാട്ടിലത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട്, അതായത് അവിടെ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു, ആളുകൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു, ഒരു വൈബ് ഫ്രണ്ട്സായിട്ട് എല്ലാം തന്നെ പുറത്തു പോയിട്ട് ഈ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് നാട്ടിലത്തെ കാര്യം. ആ ഒരു പ്രതീക്ഷ എനിക്ക് ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ രാജ്യതലസ്ഥാനത്തെ എൻ്റെ ആദ്യ ന്യൂ ഇയറാണ് ഞാനിപ്പോൾ ആഘോഷിക്കുന്നതല്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആളുകളുടെ എല്ലാം പ്രതികരണം തേടി കിടങ്ങുന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നതും ഷോപ്പിങ്ങിലും ഒക്കെ കൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വിഷമം എനിക്കുണ്ട്. കാരണം ആ ഒരു വൈബിലേക്ക് രാജ്യതലസ്ഥാനം എത്തുന്നതേ ഉള്ളൂ. ഇപ്പോഴും പോലീസ് കൂടുതലായിട്ട് ഈ ഭാഗത്തേക്ക്, കാരണം ഡൽഹി എന്ന് പറയുമ്പം സ്വാഭാവികമായ ആഘോഷങ്ങളുടെ കൂടി നഗരമാണ്. അപ്പം ഒരുപക്ഷെ ഇതായിരിക്കില്ല ആ പ്ലേസ്, ഹാപ്പനിങ് പ്ലേസ് ഇതായിരിക്കില്ല. അല്ല ആര്യ, അങ്ങനെയാണെങ്കിൽ പോലും ഈ പബ്ബുകളുണ്ട്, പബ്ബുകൾ കേന്ദ്രീകരിച്ച് ആഘോഷങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പബ്ബിനകത്ത് നിന്നും ആളുകൾ പുറത്തേക്കിടങ്ങും. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പോലും ഇവർ 11 മണിയിൽ 9 മണിക്കും 10 മണിക്കും ശേഷമൊക്കെ ഒരുപാട് ആളുകൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനായി എത്തിയവരുണ്ട്. അതല്ലാതെ പബ്ബുകൾക്കകത്തെല്ലാം, ക്ലബ്ബുകൾക്കകത്തെല്ലാം തന്നെ കയറുവരുണ്ട്. ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും. അതിന് കുറച്ചു നേരം കൂടി കാത്തിരിക്കണം എന്നുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് പലരുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. കുറച്ച് ആളുകൾ കൂടി हैप्पी न्यू ईयर। हैप्पी न्यू ईयर सर। सो हाउ इज द सेलिब्रेशंस गोइंग ऑन? बहुत अच्छा चल रहा है। अरे भाई मोदी ने बढ़िया काम कर रखा है एक तो, और क्या है थोड़ा still the celebration haven't started here yet in Connaught Place. तो अरे बताओ मैं പലർക്കും തമാശയാണ് പറയുന്ന സമയത്ത്. കാരണം ആ ഒരു ആളുകൾ പൊതുവെ സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അങ്ങനെയല്ല ആര്യ, അതായത് നമ്മൾ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ചിലർക്കും ഈ ഒരു ദിവസത്തിൽ തമാശയാണ് പലർക്കും കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമ്മൾ ചോദിക്കുന്ന സമയത്തും ആ രീതിയിലുള്ള പ്രതികരണമാണ് ഉള്ളത്. ഇവിടെയുള്ള സമയത്ത് കുറച്ച് നമുക്കിപ്പം കുറച്ച് മലയാളികളും കൂടി ഇപ്പോൾ ചേർന്നുണ്ട്. അതെ, എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളിവിടെ പർച്ചേസിന് വന്നതാണ്. സത്യമായിട്ടും ഈ കൊണോട്ട് പ്ലേസിൽ ആഘോഷങ്ങൾ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വൈബ്, നാട്ടിലത്തെ വൈബിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. ആക്ച്വലി ഞാൻ ഡൽഹിയിലുള്ളതല്ല, ഞാനിവിടെ ട്രിപ്പായിട്ട് വന്നത്. കറക്റ്റ് എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ അറിയില്ല. നമ്മളിവിടെ പർച്ചേസിനായിട്ട് വന്നതാണ് CP മാർക്കറ്റിലേക്ക്. ആഘോഷിക്കാനുള്ളൊരു പരിപാടി ഇവിടെ തന്നെയാണോ? ആഘോഷിക്കാനുള്ള പരിപാടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ജോയിൻ ചെയ്യും. അതായത് പലരും വരുന്നുണ്ട്, പലർക്കും ഇവിടെ ആ ഒരു വൈബ് കിട്ടുന്നില്ല എന്ന് പറയുന്നു, തിരിച്ചു പോകുന്നു എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് പലരുടെയും ഭാഗത്ത് നിന്നും ഇവിടെ ഉള്ളത്. കൂടുതൽ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ട്, കാരണം പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഇടം കൂടെയാണ് ഈ കൊണോട്ട് പ്ലേസ്. അതുകൊണ്ട് തന്നെ ഇവിടെ വഴിയോര കച്ചവടക്കാർ നിറയുണ്ട്. അവരെ എല്ലാവരെയും ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നുണ്ട് പോലീസ്. കാരണം രാത്രിയോടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് ഈ പ്രദേശത്തേക്ക് എത്തും, ഒരു 10 മണിക്കൊക്കെ ശേഷം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വഴിയോര കച്ചവടക്കാരെ ഉൾപ്പെടെ ഉള്ള ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ള നടപടിയിലേക്ക് ഇതിനോടകം തന്നെ പോലീസ് കടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചില സംഘർഷങ്ങൾ അവിടെ ഇവിടെയായിട്ടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഒഴിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ട്. എന്തായാലും രാത്രിയോടെ 12 മണിയോടടുത്ത് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷം രാജ്യ തലസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.